ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ നമ്മൾ ചാനലിൽ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടും സമയമില്ലാത്തൊരു ദിവസമാണ്. കാരണം മക്കൾക്ക് സ്കൂളിലെ ദിവസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. കാരണം അവർ പോകുന്നത് വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായലാവും പണി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് രാവിലെ എണീറ്റ് ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഞാൻ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് കിച്ചണിൽ കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ പരിപാടികൾക്ക് കടക്കാം. കാരണം സ്കൂളിലായതുകൊണ്ട് തന്നെ നമുക്ക് ലേറ്റ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറിന് മുന്നേ ആയിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങി എണീറ്റതാണല്ലോ. അപ്പോൾ നമുക്ക് ഫേസിൽ നന്നായിട്ട് വേർപ്പഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്, ഞാനത് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ കിച്ചണിലേക്ക് കിടക്കാൻ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി രാവിലത്തെ ചായയും അതുപോലെ സ്കൂളിൽ കൊണ്ടുപോകണം കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡ്യൂട്ടിയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചായ വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടുള്ളത് നമുക്ക് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കണം കേട്ടോ. കാരണം മക്കൾക്ക് സ്കൂളിലുകൊണ്ട് നമുക്ക് അധികം അങ്ങ് ലേറ്റ് ആവാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ചായ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് എന്താ പറയുക, ഇന്ന് നമ്മൾ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം റെഡിയാക്കണം, അതൊക്കെയുള്ള കറി റെഡിയാക്കണം. കാരണം കറി ഇവിടെ മസ്റ്റാണ് കേട്ടോ. കറി ഇല്ലാതെ മക്കളൊന്നും ശരിക്കും കഴിക്കൂല. അപ്പം കറി എന്തായാലും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് സെറ്റാക്കണം. പിന്നെ നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് മക്കൾക്ക് കൊടുത്തു വിടണം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് രാവിലെ നേരം എടുത്തു കഴിഞ്ഞാൽ. എൻ്റെ ഒരു ശീലമാണ് കേട്ടോ രാവിലെ എണീറ്റ് ഉടനെ കുറച്ച് വെള്ളം കുടിക്കുക. അപ്പോൾ ഞാൻ സ്കൂളിൽ ഇല്ലാത്ത ദിവസമാണെങ്കിൽ പതുക്കെ ഇങ്ങനെ എൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുക്കളയിൽ അല്ലെങ്കിൽ രാവിലത്തെ ചായയും പരിപാടിയൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പടീൻ്റെ ഇടയിലാണ് എൻ്റെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തലേ ദിവസം ഇതാ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. അപ്പം ആദ്യം ഒരു 2-3 തവണയൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതായത് ഉപ്പും നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ, കാരണം അധികം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ സെറ്റാക്കി ഞാൻ ആദ്യം പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ഒന്ന് തിളച്ച് വരുമ്പം നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വെള്ളം വെച്ച ഉടനെ തന്നെ ഞാൻ പഞ്ചസാര ഇടുന്നതാണ് കേട്ടോ. ഇന്നെന്തോ മറന്നു പോയതാണ്. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ് കേട്ടോ. കാരണം ഫ്രിഡ്ജ് ഇങ്ങനെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മക്കൾക്ക് സ്കൂളിൽ ലഞ്ചിന് നമുക്ക് വെണ്ടയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ഇതിലിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമ്മൾക്ക് വെള്ളം ഇറങ്ങി വരിക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഓരോ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അപ്പമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മക്കൾക്കൊക്കെ അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പൊടി ഇങ്ങനെ കലക്കി പാരുന്ന അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കുന്നത്, അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിക്കുള്ള സവോളയും തക്കാളിയൊക്കെ നമ്മൾ കഴുകാൻ പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഗ്രേവി ആയിട്ടാണ് കേട്ടോ നമ്മൾ കടല വയ്ക്കുന്നത്. കടല ആകുമ്പം ഇങ്ങനെ വെള്ളം പോലെ ആവും. അപ്പോൾ നമുക്ക് ഗ്രേവി ആകുമ്പോൾ ഇച്ചിരിയും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മക്കൾക്ക് ഇന്ന് ലഞ്ചിന് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതാണ് കൊടുത്തത്. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഉപ്പും മഞ്ഞളും മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതിനിടയിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ച്, ഇതെൻ്റെ ഫേവറേറ്റ് ഗ്ലാസ്സാണ് കേട്ടോ. അതിനിടയിൽ നമുക്കിതാ ലഞ്ചിന് ഉള്ള സംഭവമൊക്കെ റെഡിയായി. അതൊക്കെ പാത്രത്തിലാക്കി. മോൾക്ക് ഇന്ന് സ്നാക്സിന് നമുക്ക് ഓറഞ്ചാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പം അത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനിടയിൽ മോളുടെ യൂണിഫോം തലേ ദിവസം അയൺ ചെയ്ത് വെക്കുന്നതാണ്, ഇന്ന് അത് മറന്നു. അപ്പം അങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു. അതിനിടയിൽ മോളെ കുളിപ്പിക്കുക, ഫുഡ് കൊടുക്കുക, അതെല്ലാം കഴിഞ്ഞു.
ഇത് മോൾക്ക് ഇന്ന് സ്കൂളിൽ സ്റ്റോറി പറയാനുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ അവളെ കൊണ്ട് ഒന്ന് അതിങ്ങനെ പറയിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി ഞാനിത് പതുക്കെ ആസ്വദിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ പതുക്കെ കഴിക്കണേ. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കിച്ചണൊക്കെ നന്നായിട്ട് നീറ്റ് ആക്കിയിട്ടുണ്ട്. എന്താ പറയുക, അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് കുളിക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പം കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളിയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ തേനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും കുളിക്കാൻ പോവുകയാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോഴത്തേക്ക് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ കുളിക്കാൻ പോകുന്നത് ആ സമയമാകുമ്പോൾ ഇച്ചിരി കൂടി നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നന്നായിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോഫി പൗഡർ നമുക്കറിയാം സ്കിൻ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ ആ ഒരു കരിവാളിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമ്മുടെ കോഫി പൗഡർ. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തിനായാലും സ്കിൻ അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ ഒരു വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് മാറി സ്കിൻ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഫേസിൽ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ വെയിൽ കൊണ്ട് ടാൻ അടിച്ചിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ കയ്യിൽ കാലിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് കരിവാളിപ്പും എന്താ ടാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി പോകും. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്ക് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലുള്ളതാണ് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് വെയിൽ കൊണ്ട് ആകെ കരിവാളിച്ച ആ ഒരു ടൈമിൽ സ്കിൻ അടിപൊളിയായിട്ട് ടാൻ കംപ്ലീറ്റ് പോയിട്ട് സ്കിൻ അടിപൊളിയായി നിറം വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഫേസൊക്കെ വാഷ് ചെയ്ത് ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കാലിൽ അടിപൊളിയായിട്ട് ടാന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് പെട്ടെന്നൊന്ന് റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഈ ഒരു പാക്ക് കാലിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ ഫേസ് പാക്കിൻ്റെ ആ ഒരു റിസൾട്ട് നോക്കൂ ഗൈസ്. അടിപൊളിയായിട്ട് സ്കിന്നൊന്നും ബ്രൈറ്റൻ ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിക്ക് പോയിട്ടുണ്ട് എന്നല്ല, നല്ല രീതിക്ക് നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം പോയിട്ടുണ്ട്, എത്രത്തോളം ചേഞ്ച് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കാല് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ട് ടാൻ പോയിട്ടുണ്ട്. ഒത്തിരി നല്ല എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസിനെക്കാട്ടി ഇച്ചിരി കൂടി നല്ല രീതിക്ക് ടാൻ ഉണ്ടായിരുന്നത് എൻ്റെ കാലിലാണ്. അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേസിലുള്ള ആ ഒരു മാറ്റത്തെക്കാട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് എൻ്റെ കാലിലുള്ള ആ ഒരു ടാൻ പോയിട്ടുള്ളത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാലിലുള്ള ടാന് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ കിച്ചണിൽ പോയി കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഉച്ചക്ക് നമ്മൾ വലിയ രീതിയിൽ ഫുഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ രാത്രിക്ക് ചിക്കൻ കറിയും പപ്പടവും ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എന്നത്തെയും പോലെ കിച്ചൺ ക്ലോസ് ചെയ്യാൻ നേരത്തുള്ള ആ ഒരു ക്ലീനിങ്ങും പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. എന്തായാലും നെക്സ്റ്റ് നമുക്കൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.